ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ തുർക്കി വിദേശകാര്യമന്ത്രി ഹഗാൻ ഫിദാനാണ് നെതന്യാഹുവിനെതിരെ ശക്തമായി പ്രതികരിച്ചത്. ഇസ്രായേൽ ഫലസ്തീനികളെ പട്ടിണിയിലാക്കി അവരെ അവരുടെ ഭൂമിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു. ടെലവിവിൻ്റെ പുതിയ ഗാസ അധിനിവേശ പദ്ധതിയെ തള്ളിക്കളയുന്നു, ഹഗാൻ ഫിദാൻ പറഞ്ഞു. ഈജിപ്റ്റ് സന്ദർശന വേളയിലാണ് അദ്ദേഹം ഇസ്രായേലിൻ്റെ പദ്ധതിക്കെതിരെ തുറന്നടിച്ചത്. ഇസ്രായേലിൻ്റെ വിപുലീകരണപരവും വംശഹത്യാപരവുമായ അജണ്ടയാണ് ഗാസ പദ്ധതി എന്നും ഫിദാൻ പറഞ്ഞു. ഇതിനെതിരെ ഇസ്ലാമിക ലോകം ഒന്നിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അതേസമയം ഇസ്താംബൂളിൽ ആയിരക്കണക്കിന് ആളുകൾ ഗാസയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രകടനം നടത്തി. ഇസ്രായേലിനെതിരെ വേഗത്തിൽ നടപടിയെടുക്കാനും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഗാസ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പട്ടിണി മരണങ്ങൾ വർദ്ധിക്കുന്നു. വെടിനിർത്തൽ ചർച്ചകൾ പോലും നടക്കുന്നില്ല. ഹമാസിനെ നശിപ്പിക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡുകളിൽ ഒന്ന് ഹമാസിൻ്റെ നിരായുധീകരണമാണ്. എന്നാൽ നിരായുധീകരണ നിർദ്ദേശം ഹമാസ് തള്ളിയിട്ടുണ്ട്. മാത്രമല്ല, ഗാസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നെതന്യാഹു. പദ്ധതിയുമായി നെതന്യാഹു മുന്നോട്ട് പോയാൽ അത് ഫലസ്തീൻ ജനതയുടെ സർവനാശത്തിലേക്കാവും നയിക്കുക എന്ന ആശങ്കകളും ഉയരുന്നുണ്ട്. അതിനിടയിൽ പ്രതികരണവുമായി ഇറാൻ എത്തി. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷന്റെ അടിയന്തര യോഗം വിളിക്കുകയും ചെയ്തു ഇറാൻ. ഗാസയിലെ സ്ഥിതിഗതികളെ വംശഹത്യ എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. സൗദിയും തുർക്കിയും വിഷയത്തിൽ പെട്ടെന്ന് ഇടപെടണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി ആവശ്യപ്പെട്ടു. ഇസ്രായേലിൻ്റെ ഏറ്റവും പുതിയ നീക്കം വൻതോതിലുള്ള കുടിയിറക്കത്തിന് കാരണമാകും. പ്രതിസന്ധി വഷളാകാനും സാധ്യതയുള്ളതിനാൽ അടിയന്തര മാനുഷിക സഹായവും രാഷ്ട്രീയ ഇടപെടലും വേണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. ഇസ്രായേലിനെതിരായ നടപടി സ്വീകരിക്കാൻ 57 ഇസ്ലാമിക രാജ്യങ്ങളോട് ഇറാൻ ആവശ്യപ്പെടുന്നു. ഗസ മുനമ്പിലെ വംശഹത്യയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ 57 രാജ്യങ്ങളുടെ അടിയന്തര യോഗം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇറാൻ കത്തയച്ചിരിക്കുന്നത്. ഗസയിലെ പ്രതിസന്ധി സങ്കല്പിക്കുന്നതിനും അപ്പുറമാണെന്നാണ് ഇറാൻ പറയുന്നത്. ഇസ്ലാം രാജ്യങ്ങളിലെ ഏറ്റവും മോശമായ പ്രതിസന്ധികളിലൊന്നാണ് ഗാസയിലേതെന്നും ഇറാൻ പറയുന്നു. ഗാസയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള നെതന്യാഹുവിൻ്റെ പദ്ധതി നിയമവിരുദ്ധവും രാഷ്ട്രീയവുമായി അപകടകരവുമാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ഗാസയിൽ സംഭവിക്കുന്നത് പ്രതിസന്ധിയല്ലെന്നും വംശഹത്യയാണെന്നും ഇറാൻ വിമർശിക്കുന്നു. നെതന്യാഹുവിൻ്റെ പുതിയ നീക്കം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ വലിയൊരു വർധനവുണ്ടാക്കും. ആക്രമണം മുഴുവൻ ഗാസ മുനമ്പിലേക്കും വ്യാപിച്ചേക്കാം. കൂടാതെ ദശലക്ഷത്തിലധികം സാധാരണക്കാരെ കുടിയിറക്കാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം യമൻ സായുധ ഗ്രൂപ്പായ ഹൂതികൾ ഇസ്രായേലിൽ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. ഗാസ വിഷയത്തിൽ അറബ് രാജ്യങ്ങൾ മൗനം വെടിയണമെന്നും ഹൂതികൾ ആവശ്യപ്പെട്ടു. ഇറാന്റെ ആഹ്വാനം മറ്റ് അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. UAEയും ഖത്തറും നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനത്തിനെതിരെ രംഗത്തു വന്നിരുന്നു. ശക്തമായ പ്രതികരണമാണ് നെതന്യാഹുവിൻ്റെ നീക്കത്തിനെതിരെ UAE നടത്തിയത്. UAE പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പ്രതികരണം അറിയിച്ചത്. വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന നീക്കമെന്നാണ് അബുദാബി ഇതിനെ വിശേഷിപ്പിച്ചത്. UN-ന്റെ ഇടപെടലും അവർ ആവശ്യപ്പെട്ടു. അപകടകരമായ സ്ഥിതിവിശേഷമെന്നാണ് ഖത്തർ പറഞ്ഞത്. നെതന്യാഹുവിൻ്റെ പുതിയ നീക്കം ഗാസയിലെ വെടിനിർത്തൽ ശ്രമങ്ങളെ തകിടം മറിക്കുമെന്നും ഖത്തർ വ്യക്തമാക്കി. ഗാസയിലെ മനുഷ്യരുടെ ദുരിതം വഷളാക്കുന്ന തീരുമാനമാണിതെന്നും ഖത്തർ കുറ്റപ്പെടുത്തി. നെതന്യാഹുവിൻ്റെ പദ്ധതിക്കെതിരെ അറബ് ലോകം ഒറ്റക്കെട്ടായി ഗാസയ്ക്കൊപ്പം നിൽക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.